ബാലുശ്ശേരിയിൽ യുഡിഎഫിനായി മത്സരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടി 1% വോട്ടിന്റെ മേൽക്കൈയോടെ അട്ടിമറി മുന്നേറ്റം നടത്തുമെന്ന പ്രവചനമാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഫലസൂചന. പാലക്കാട് ജില്ലയും കേരളവും ഉറ്റുനോക്കുന്ന തൃത്താലയിൽ എൽഡിഎഫിലെ എം ബി രാജേഷിനേക്കാൾ 6.2% വോട്ടുകളുടെ വ്യത്യാസത്തോടെ യുഡിഎഫിലെ വി ടി ബൽറാം രാഷ്ട്രീയ മുന്നേറ്റം നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. കേരളം ഉറ്റുനോക്കുന്ന തവനൂർ മണ്ഡലത്തിൽ മുൻമന്ത്രി കെ ടി ജലീലിനേക്കാൾ 0.4% വോട്ടുകളുടെ മേൽക്കൈയോടെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നംപറമ്പിൽ മുന്നിലെത്തുമെന്നാണ് സർവേയുടെ പ്രവചനം. താനൂരിൽ യുഡിഎഫിലെ പി കെ ഫിറോസ് അട്ടിമറി സാധ്യതയുള്ള മുന്നേറ്റം നടത്തുമെന്ന പ്രവചനമാണ് എക്സിറ്റ് പോൾ സർവേ നടത്തുന്നത്. ബേപ്പൂർ മണ്ഡലത്തിൽ യുഡിഎഫ് 3.1% വോട്ടുകൾക്ക് മുന്നിലെത്തുമെന്നാണ് എക്സിറ്റ് പോളിന്റെ മറ്റൊരു പ്രവചനം. കേരളം ഉറ്റുനോക്കുന്ന അഴീക്കോട് മണ്ഡലത്തിൽ യുഡിഎഫിന്റെ കെ എം ഷാജിക്ക് മേൽക്കൈ പ്രവചിക്കുമ്പോഴും 1.5% നേരിയ ആധിപത്യം മാത്രമാണുള്ളത്. തിരുവാമ്പാടിയിൽ യുഡിഎഫിന് 9.5% വോട്ടുകളുടെ വ്യത്യാസത്തിലുള്ള അട്ടിമറി മുന്നേറ്റ സാധ്യതയുണ്ടെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നടത്തുന്ന പ്രവചനം. കണ്ണൂർ മണ്ഡലത്തിൽ യുഡിഎഫ് അട്ടിമറി സ്വഭാവമുള്ള മുന്നേറ്റം നടത്താനുള്ള സാധ്യതകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. കുന്നമംഗലം മണ്ഡലത്തിൽ എൽഡിഎഫിന് മേൽ യുഡിഎഫിന്റെ അട്ടിമറി മുന്നേറ്റ സാധ്യതയും പ്രവചിക്കപ്പെടുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും യുഡിഎഫ് മുന്നിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ കണ്ടെത്തൽ. നാദാപുരത്ത് യുഡിഎഫ് അട്ടിമറി സ്വഭാവമുള്ള മുന്നേറ്റം നടത്തുമെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. തൃശൂർ മണ്ഡലത്തിൽ യുഡിഎഫും എൻഡിഎയും തമ്മിൽ അതിശക്തമായ മത്സരം നടക്കുന്നതായാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചനകൾ. കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളിൽ 9 യുഡിഎഫിന്റെയും 4 എൽഡിഎഫിന്റെയും വിജയം സർവേ പ്രവചിക്കുന്നു.